സനാതന ധർമ്മമാണ് ഈ രാജ്യത്തിന്റെ ആത്മാവ്. Hindustan is a Hindu nation and the Hinduness has the capacity to connect everything in the world. Hindustan is a Hindu nation എന്ന് അദ്ദേഹത്തിന് പറയാം. Responsible society of Bharat is Hindu society. അതായത് ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഈ രാജ്യം മുന്നോട്ട് പോകും. മുസ്ലിം ഗുണ്ടായിസം ഒക്കെ ഈ രാജ്യത്ത് ഉണ്ടായിരുന്നു, പക്ഷെ ഹിന്ദുക്കൾ ശക്തരായി നിൽക്കണം. അതോടൊപ്പം പറഞ്ഞതാണ് രാമജന്മഭൂമിയും ആർട്ടിക്കിൾ 370 രാഷ്ട്രീയ വിഷയമായിട്ട് ഞങ്ങൾ കാണുന്നില്ല, മറിച്ച് ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ നിലപാടുകൾക്ക് യോജിക്കുന്ന പ്രസ്താവനയാണെന്ന് ശ്രീ സന്ദീപ് പറയുന്നുണ്ടെങ്കിൽ താങ്കളുടെ ആ നിലപാടിനെ ആ നിലയ്ക്ക് ഞാൻ മാനിക്കുന്നു. അല്ല നിഷ, ഞാൻ ചോദിക്കട്ടെ, സനാതന ധർമ്മമാണ് ഈ രാജ്യത്തിന്റെ ആത്മാവെന്നുള്ളത് RSS കണ്ടുപിടിച്ച സംഗതിയാ? ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ ഏതോ അമ്പലത്തിൽ പോകുന്നവർ RSSകാരെന്ന് മാത്രം നിങ്ങൾ വക്രീകരിക്കുന്നതിന്റെ പ്രശ്നമാണിത്. ഈ രാഷ്ട്രത്തെ പറ്റിയാണ് സംസാരം, ഈ രാഷ്ട്രത്തിലെ ജനങ്ങളെ പറ്റിയാണ് സംസാരം. ഈ രാഷ്ട്രത്തിന്റെ ആത്മാവ് സനാതന ധർമ്മം തന്നെയാണ് എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അസ്വസ്ഥരാണ്, ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. നമ്മുടെ ഭഗിനി നിവേദിത പറഞ്ഞിട്ടുണ്ട്. ആരാണ് പറയാത്തത്? മഹർഷി അരവിന്ദൻ പറഞ്ഞിട്ടുണ്ട്, ബാലഗംഗാധര തിലകൻ പറഞ്ഞിട്ടുണ്ട്. ഗാന്ധി എന്തിനാ രാമരാജ്യം നടപ്പാക്കണമെന്ന് പറഞ്ഞത്? താലിബാനിസം നടപ്പാക്കണമെന്ന് പറയാതിരുന്നത്? പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ രാഷ്ട്രത്തിന്റെ ആത്മാവ് ഇത് തന്നെയാണെന്നേ, ഇതിനകത്ത് എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ്. അതിനെയാണ് ഞങ്ങൾ സർവസ്പർശി എന്ന് പറയുന്നത്. സർവസ്പർശിയാണ് ഈ ദർശനം, അല്ലാതെ ഇവിടെ നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യം നിങ്ങളുടെ പ്രത്യയ ശാസ്ത്രം, പക്ഷേ അക്കാദമിക് രംഗത്തെ നയിക്കുന്ന ആളുകൾ ഇത് കേട്ടിരിക്കണം എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണെന്നുള്ളതാണ് ചോദ്യം. ഞാൻ ചോദിക്കുന്നത്, ഇത് ഞങ്ങളുടെ മാത്രം ചിന്തയല്ല സർ, ഈ രാഷ്ട്രത്തിന്റെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും ചിന്തയാണല്ലോ. അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന RSSന്റെ പ്രത്യയശാസ്ത്രത്തിന് കഴിഞ്ഞ 100 വർഷമായ ഒരു കോട്ടവും തട്ടാത്തത്. ഈ രാഷ്ട്രത്തിൽ RSSുമായി ബന്ധപ്പെടുന്ന ഈ 4-3-7 VCമാര് വന്നാൽ ഈ രാഷ്ട്രത്തിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്ന മൂഢന്മാരാണോ RSSകാരും? കഴിയുമോ ശ്രീ സന്ദീപ്? ഞാൻ തിരിച്ചു വരാം. പ്രത്യേകിച്ച് RSSന് മെമ്പർഷിപ്പ് ഒന്നുമില്ല. RSSന് മെമ്പർഷിപ്പ് ഒന്നും ഇല്ലാതെ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ നാളെ സന്ദീപ് വചസ്പതി എന്തെങ്കിലും കുറ്റം ചെയ്താൽ പോലും RSSന് വേണമെങ്കിൽ സന്ദീപ് വചസ്പതിയെയും തള്ളാം. കാരണം സന്ദീപ് വചസ്പതി RSSൽ പ്രവർത്തിച്ചതിന് ഒരു തെളിവും ഇന്ത്യ മഹാരാജ്യത്ത് കാണില്ല. അതുപോലെ തന്നെയാണ് ഈ ഗാന്ധിജിയുടെ വധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. അത് ഇന്ത്യയുടെ രേഖകളിൽ എല്ലാ മനുഷ്യർക്കും അറിയുന്നത് പോലെ അതിന് ഒട്ടനവധി തവണ ശ്രമിച്ച് ഒരിക്കൽ വിജയിച്ച് ഗാന്ധിജിയെ കൊലപ്പെടുത്തിയ സംഘമാണ്. അതേ ആളുകളാണ് ഗാന്ധിജി RSSന്റെ ശാഖയിൽ വന്നു എന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളുന്നത്. ഇതാണ് ഇന്ത്യയിൽ നിന്ന് നടക്കുന്ന കോൺട്രഡിക്ഷൻ. അപ്പോ ഒരു സെന്റൻസ് പറയൂ. താങ്കൾ ഒരു ചെറുപ്പക്കാരനല്ലേ? RSS വധവുമായി ഞാൻ പറയാം. ഇത് AG നൂറാനിയുടെ RSS എ മെനേസ് ടു ഇന്ത്യ എന്ന പുസ്തകമാണ്. ഇതിൽ RSS ആൻഡ് ഗാന്ധിസ് അസാസിനേഷൻ എന്നൊരു ഭാഗമുണ്ട്. അതില് ജസ്റ്റിസ് കപൂറിന്റെ ഫൈൻഡിങ്സ് ഒരു ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സ് ആണല്ലോ ജസ്റ്റിസ് കപൂർ ആണല്ലോ ഇത് അന്വേഷിച്ചത്. പറഞ്ഞോട്ടെ, സഞ്ജീവ് പറയും. വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ. എനിക്കതല്ല, തലക്കോളം കയറിക്കഴിഞ്ഞാൽ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു വിട്ടു. സഞ്ജീവേ, നമുക്ക് വേണ്ടത് RSSനെ ഇതിന് ഇംപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഗാന്ധിയുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികൾ ഉണ്ടായിരുന്നു. നീതിന്യായ വ്യവസ്ഥയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാലും ഈ രാജ്യത്തിന്റെ മനസാക്ഷിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടില്ല. ഭയങ്കരം തന്നെ. അപ്പൊ തന്നെ നമ്മളെ വിളിച്ചിട്ട് ഒരു അവാർഡ് തന്നു. സഞ്ജീവ് ഭട്ടും പ്രബീർ പുർക്കാസയും ഒക്കെ ജയിലിൽ നീതിന്യായ വ്യവസ്ഥയെ അധിക്ഷേപിക്കരുത്. സഞ്ജീവ് ഭട്ടും പ്രബീർ പുർക്കാസയും നീതിന്യായ വ്യവസ്ഥയെ അധിക്ഷേപിക്കരുത് സുഹൃത്തെ. ഞങ്ങൾ ഒരു അധിക്ഷേപം നടത്തിയില്ല. ഞാനിത് വായിക്കട്ടെ. പേടിയുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. പേടിയുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഇത് വായിക്കുന്നതിൽ പേടിയുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ശ്രീ സഞ്ജീവ് പറയൂ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഡൽഹിയിലേക്ക് പോകുന്നതിന് മുമ്പ് 40 മിനിറ്റ് സന്ദർശിച്ച് അവർ ഒരുമിച്ചിരുന്ന് ഗൂഢാലോചന നടത്തിയാണ് ഈ കൊലപാതകം നടത്തുന്നത് എന്നതിനെ കുറിച്ച് തെളിവുണ്ട്.
കേട്ടോ, തെളിവുണ്ട്. പല ഈ പറഞ്ഞ സവർക്കർ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത് തന്നെ അദ്ദേഹം മരണപ്പെട്ടത് കൊണ്ടാണ്. അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട കേട്ടോ, അത് കൂടുതലൊന്നും പറയണ്ട, അതെല്ലാവർക്കും അറിയാം. അതാണ് പ്രശ്നം. നിങ്ങൾ RSS മെമ്പറാണോ? പക്ഷെ നിങ്ങൾ RSS അല്ലേ? നിങ്ങൾക്ക് RSS മെമ്പർഷിപ്പ് ഉണ്ടോ? മെമ്പർഷിപ്പ് ഇല്ലാതെ രാജ്യത്ത് ഗൂഢമായി പ്രവർത്തിക്കുന്ന രഹസ്യ സംഘടനയാണ് RSS. രഹസ്യ സംഘടനയാണ് RSS. സത്യം പറ, നീ ആരാ? ഞാൻ ആരുമല്ല. നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവനല്ലടാ. അതുകൊണ്ടാണ് നിങ്ങൾ മെമ്പർഷിപ്പ് വെക്കാത്തത്. അതുകൊണ്ടാണ് നിങ്ങൾ ഭരണഘടന എഴുതാത്തത്. നിങ്ങൾ എന്താ ഭരണഘടന എഴുതാത്തത്? നിങ്ങളോട് ഭരണഘടന എഴുതാൻ പറഞ്ഞിട്ടില്ലേ? രഹസ്യമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണ്. അതുകൊണ്ട് ഡയറക്റ്റ് RSS-മായി ബന്ധമുള്ള കാര്യം കഴിയില്ല. അതാണ് സഞ്ജീവിന്റെ വാദം. അങ്ങ് RSS ആണോ? അങ്ങ് RSS ആണോ? അങ്ങ് RSS ആണോ? എന്റെ ചോദ്യം വളരെ ക്ലിയർ ആണ്. അങ്ങ് RSS ആണോ? അങ്ങ് RSS ആണോ? എന്റെ ചോദ്യം ക്ലിയർ ആണ്. ഉത്തരവുണ്ടോ? RSS ആണോ? RSS ആണോ? ഉത്തരം പറയൂ. ധൈര്യം ഉണ്ടെങ്കിൽ പറയൂ. നിങ്ങൾ RSS-നെ കുറിച്ച് ക്ലാസ് എടുത്തല്ലോ. അങ്ങ് RSS ആണോ? ഒരൊലക്ക കിട്ടുമോ? ഒലക്കയോ? RSS ആണോ അല്ലയോ പറ. ഇത്തരം ചോദ്യങ്ങൾ പിന്നെ ഞാൻ RSS അല്ലാതെ പിന്നെ ഓക്കെ. അപ്പൊ അതുപോലെ മെമ്പർഷിപ്പ് പോലും അങ്ങയുടെ കയ്യിലില്ല. താങ്കൾക്ക് ഭരണഘടന പറഞ്ഞല്ലോ. താങ്കൾ പഠിച്ചിട്ട് വരൂ. താങ്കൾ പഠിച്ചിട്ട് വരൂ. RSS-ന് ഭരണഘടന ഉണ്ടല്ലോ. RSS-നുണ്ടോ? എന്നാൽ അത് പബ്ലിഷ് ചെയ്യൂ. നിങ്ങൾക്ക് അറിയില്ല. എന്നാ പബ്ലിഷ് ചെയ്യും. ഞങ്ങൾ അന്വേഷിച്ചിട്ട് കാണുന്നില്ല. ഞങ്ങൾ അന്വേഷിച്ചിട്ട് കാണുന്നില്ല. ഞങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങളുടെ കുഴപ്പമാണ്. തമ്പുരാനറിയാ. ഞങ്ങൾ അന്വേഷിച്ച് എവിടെയും കാണുന്നില്ല. അതുകൊണ്ടാണ് കാണാത്തൊന്നും ഈ ലോകത്തിലില്ല അല്ലേ? അപ്പൊ എവിടെ നല്ല ലോജിക്കാണ്. എവിടെ കിട്ടും? ഞങ്ങൾ കാണാത്തതൊന്നും ഈ ലോകത്തിൽ എവിടെ കിട്ടും? പറയൂ. എവിടെ കിട്ടും? എവിടെ കിട്ടും? പറയൂ. എവിടെ കിട്ടും? സാർ പറഞ്ഞോളൂ, ഞാൻ വാങ്ങി വായിക്കാം. ഞാൻ അയച്ചു തരണം. സഞ്ജീവ് പറഞ്ഞു പൂർത്തിയാക്കും. എവിടെ കിട്ടും? നിഷയ്ക്ക് ഞാൻ അയച്ചു തരാം. നിഷയ്ക്ക് ഞാനിപ്പോ അയച്ചു തരാം. നിഷയ്ക്ക് ഞാനിപ്പോ അയച്ചതാ. നിഷയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഭരണഘടന കണ്ടോ? സഞ്ജീവ്, നമുക്ക് ഭരണഘടന സംഘടിപ്പിക്കാം. അങ്ങ് പറഞ്ഞു പൂർത്തിയാക്കും. അതിനുശേഷം ഇടവേള വേണം. അതുകൊണ്ടാണ് സഞ്ജീവ് പറഞ്ഞു വന്നത് പൂർത്തിയാക്കും. പൊന്നാനി മംഗലം വിട്ടു പോവുക. അല്ല, ഞാൻ പറയുന്നത് RSS ഈ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയും അതിന്റെ രൂപവും കീഴടങ്ങിക്കൊണ്ടാണ് അവരുടെ ഗ്രാൻഡ് ഡിസൈൻ. പക്ഷേ സഞ്ജീവ് സംസാരിക്കാൻ വിടൂ സാർ. നിങ്ങൾ അയച്ചെന്നുള്ളൂ. ഞങ്ങൾ ഞങ്ങൾ പബ്ലിഷ് ചെയ്യാം. സഞ്ജീവിന് വിട്ടുകൊടുക്കാതെ സമയമില്ല എന്ന് പറയരുത്. എന്റെ സമയം സഞ്ജീവേ, അതുകൊണ്ട് ഞങ്ങൾ എടുത്തോളാം. സമയം ആരുടേതെന്നുള്ളതല്ല വിഷയം. ഇവിടെ വിവരക്കേടുകൾക്ക് അനുവദിക്കാൻ പറ്റില്ല. നിങ്ങൾക്കറിവില്ല. അതുകൊണ്ട് RSS-ന് ഭരണഘടന ഇല്ല എന്ന് നിങ്ങൾ എങ്ങനെയാ സ്ഥാപിക്കുക? നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയൂ. നിങ്ങൾ കണ്ടിട്ടില്ല, ഞാൻ സമ്മതിച്ചു. ഇല്ല എന്നർത്ഥമില്ല. തൈര്, മീൻകറി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുഴച്ചങ്ങടി നീ തന്നെ ഇരുന്ന് തിന്നണ പട്ടി.